കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 18, 35 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ജെറിക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദരായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു. യേശു അവിടെ നിന്നു അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ഒരു അന്ധന് കാഴ്ച ലഭിക്കുന്നതാണ്. അന്ധന് കാഴ്ച ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒന്ന്, അവൻ ശാരീരികമായ അന്ധതയിലാണ്. ഇതിനകം ലോകം മുഴുവനും കണ്ടതാണ് അവൻ അന്ധതയിലാണെന്ന്, അവന് കണ്ണ് കാണത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവൻ വഴിയോരത്ത് വരണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റാരുടെയും സഹായം വേണം. ഒരാളുടെ സഹായമില്ലാതെ ഒരു അന്ധൻ ഒരിക്കലും വന്ന് വഴിയോരത്തിരുന്ന് ഭിക്ഷ യാചിക്കാൻ പറ്റില്ല. അപ്പോൾ ആരുടെയൊക്കെയോ സഹായഹസ്തം ജീവിതത്തിൽ നീളപ്പെട്ടാൽ മാത്രം തൻ്റെ അന്നന്ന് വേണ്ട ആഹാരം സാധ്യമാകുന്ന അനുഭവത്തിലൂടെ പോകുന്നവനാണ് ഈ അന്ധയാചകൻ. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സഹായിച്ചാലല്ലാതെ അവന് ഒരു ദിവസം ജീവിക്കാൻ പറ്റില്ല. അത് അവൻ വഴിയോരത്ത് ഭിക്ഷയാചിക്കുന്നത് മാത്രമല്ല, അവൻ്റെ അനുദിന ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളിൽ പോലും ആരുടെയെങ്കിലുമൊക്കെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയിലാണ് ഒരു അന്ധത ബാധിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതം. അപ്പം അങ്ങനെ വഴിയോരത്തിരുന്ന് ഭിക്ഷയാചിക്കുക. അപ്പം അങ്ങനെ ഭിക്ഷയാചിക്കുന്ന സമയത്ത് വഴിയിലൂടെ ആരോ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ജനാവലിയുടെ വലിയ ശബ്ദം ആരവം കേൾക്കാം. അപ്പം അവൻ ചോദിച്ചു, ആരാ കടന്നു പോകുന്നേ? കേൾക്കാനേ പറ്റത്തുള്ളൂ, കാണാൻ പറ്റാത്തതുകൊണ്ട് അവൻ ജനക്കൂട്ടത്തിൽ ചോദിച്ചു, ആരാണ് പോകുന്നത്? അപ്പോൾ ജനക്കൂട്ടം പറഞ്ഞത്, യേശു കടന്നു പോകുന്നുവെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ചേക്കും, നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടു ഒരാൾ കടന്നു പോകുന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മളവിടെ വലിയ ബഹളമൊന്നും ഉണ്ടാക്കാൻ പോവുകയല്ല. പൊക്കോട്ടെ, ഇനിയിപ്പോൾ നമുക്കെന്നാ, അതാണ് നമ്മുടെ ചിന്ത. ഇതിപ്പോൾ നമുക്കെന്നാ കുഴപ്പം, അവനാണ് പോകുന്നത്, ഓക്കെ ഫൈൻ, നല്ല കാര്യം, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ അന്ധനായിരുന്നിട്ടും അവൻ ഇന്നലകളിൽ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് അവൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ യേശുവാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ കണ്ടിട്ടില്ല, യേശുവിനെ ഇന്നോളം കണ്ടിട്ടില്ല. പക്ഷേ യേശു സൗഖ്യദായകനാണെന്ന് അവൻ കേട്ടിട്ടുണ്ട്. അനേകർക്ക് അവൻ സൗഖ്യം ഇന്നലകളിൽ കൊടുത്തതിൻ്റെ അനുഭവങ്ങൾ ഒരുപക്ഷെ പലരും ഇവനോട് വന്ന് പങ്കുവെച്ചിട്ടുണ്ടാകും. വഴിയോരത്തിരിക്കുന്നതിൻ്റെ അടുത്ത്, എടാ നീ ഇവിടെ ഇരിക്കാതെ യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലടാ, നിനക്ക് കാഴ്ച കിട്ടുമെന്ന് ഒരുപക്ഷെ ഇവൻ്റെ അടുത്ത് ഇന്നലകളിൽ യേശുവിൽ നിന്നും സൗഖ്യം കിട്ടി ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇതൊക്കെ ഇവൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണല്ലോ പൗലോസ് പറയുന്നത് വിശ്വാസം കേൾവിയിൽ നിന്നാണെന്ന്, അതും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നാണ്. അപ്പൊ ആരോ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇവനോട് പ്രസംഗിച്ചിട്ടുണ്ട്. അവനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. കാരണം ഈ വിശ്വാസം ഇവനിൽ വളരാനുള്ള കാരണം ആരോ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇവനോട് ഇന്നലകളിൽ സൗഖ്യദായകനാണെന്ന് പ്രസംഗിച്ചത്. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തു, യേശുവാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. കാരണം എന്താ,
ഇനി ഒരു വട്ടം കൂടി യേശു എൻ്റെ കൺമുമ്പിലൂടെ കടന്നു പോകുമോ ഇല്ലയോ എന്ന് അറിയില്ല. ഇതാണ് സ്വീകാര്യമായ സമയം എന്ന് അവൻ മനസ്സിലായി. അവനെന്ത് ചെയ്തു? ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമെന്നു ഉച്ചത്തിൽ നിലവിളിച്ചു. ഇപ്പൊ ഈ നിലവിളിക്കുമ്പോ തീർച്ചയായിട്ടും അത് യേശു കേൾക്കുന്നുണ്ട്. അത്ര ഉച്ചത്തിലാണല്ലോ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നിലവിളിയുടെ ശബ്ദം ഉയർന്നപ്പോ ചുറ്റുപാട് നിന്നവർ ഇവരടുത്ത് പറഞ്ഞ് എടാ മിണ്ടായിരിക്കാൻ പറഞ്ഞു, ബഹളം ഉണ്ടാക്കാതെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അതായത് കർത്താവിനെ ഡിസ്റ്റർബ് ചെയ്യലേ, ഞങ്ങൾ പൊക്കോണ്ടിരിക്കുക, നീ ഇവിടെ ഇരുന്ന് വെറുതെ അലമ്പുണ്ടാക്കല്ലേ എന്നൊക്കെ നമ്മൾ പറയല്ലേ, നീ വെറുതെ ഇരുന്ന് അലമ്പുണ്ടാക്കല്ലേ എന്ന് പറയുന്ന പോലെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെയാണ് ഒരുവൻ ദൈവസ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് വരാൻ അവന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിബന്ധങ്ങളെ, പ്രത്യേകിച്ച് മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന ഒത്തിരിയേറെ പ്രതിബന്ധങ്ങളുണ്ട് ദൈവത്തെങ്കിലേക്ക് എത്താൻ. അത് നമ്മളിപ്പോഴും തിരിച്ചറിയണം. ഒരാത്മാവ് ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ തടയിടാൻ പ്രതിബന്ധമായി തടസ്സമായി നിൽക്കുന്ന ഒത്തിരിയേറെ മാനുഷിക പ്രതിബന്ധങ്ങളുണ്ട്. ഈ ജനക്കൂട്ടം അവന് പ്രതിബന്ധമായിരുന്നു. അവർ പറഞ്ഞു മിണ്ടായിരിക്കാൻ പറഞ്ഞു. ഇവനതൊന്നും കേട്ടില്ല. ഒരു ദൈവാനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യൻ പറയുന്നത് ഒരിക്കലും കേൾക്കരുത്, ദൈവം പറയുന്നേ കേൾക്കാവൂ. മനുഷ്യന്റെ വാക്ക് ശ്രവിക്കാൻ പോയേക്കരുത്. കാരണം നമുക്കറിയില്ല ഒരു ദൈവാനുഭവം ഉള്ളവനാണോ അല്ലയോ സംസാരിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ മനസ്സിനെ തളർത്തുന്നതായിരിക്കും പലപ്പോഴും മനുഷ്യരുടെ അധരങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിരിക്കും കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത തല്ലിക്കെടുത്തുന്ന കാര്യങ്ങളായിരിക്കും നിരന്തരം മനുഷ്യർ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളെ പ്രതി മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനെ കേൾക്കാൻ പോയേക്കരുത്. പ്രത്യേകിച്ച് ദൈവത്തെ കണ്ടുമുട്ടുന്ന അനുഭവങ്ങളിൽ നമ്മൾ മനുഷ്യന്റെ റോള് തീർന്നു, അതിനിടയ്ക്ക് വേറെ ആരും ആവശ്യമില്ല. നമുക്ക് ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിച്ചാൽ മതി, മനുഷ്യനെ വിളിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ ജനം ദൈവസ്നേഹത്തിലേക്ക് ഇവൻ കടന്നു ചെല്ലുന്നതിന് ദൈവാനുഭവത്തിന് തടസ്സമായിട്ട് നിന്നിട്ട് അവനെ എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ചമർത്താൻ നോക്കി. മിണ്ടായിരിക്കാൻ പറഞ്ഞു. അവൻ എന്നാ ചെയ്യുന്നറിയോ? കൂടുതൽ ഉച്ചത്തിൽ അവൻ നിലവിളിച്ചു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. അവന് ഒറ്റ തീരുമാനമുള്ളായിരുന്നു, എൻ്റെ കർത്താവ് എനിക്ക് സൗഖ്യം തരണം, എൻ്റെ ഈശോ എന്നെ സുഖപ്പെടുത്തിയിട്ട് പോകാവൂ. അത്ര വലിയ ആഗ്രഹത്തോടുകൂടി അവൻ വിളിച്ചു. വചനം പറയണം, യേശു അവിടെ നിന്നു. ഒരു മനുഷ്യന്റെ നിലവിളിക്ക് മുമ്പിൽ നിന്ന് തരുന്നവനാണ് ദൈവമെന്ന് സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണല്ലോ വചനം പറഞ്ഞത്, ഹൃദയ പരമാർത്ഥതയോടെ, സങ്കീർത്തകൻ പറയുന്നത്, ഹൃദയ പരമാർത്ഥതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ അടുത്തുണ്ട്, സമീപസ്ഥനാണ്, അവൻ നിൽക്കും. ഇവൻ ഹൃദയപരമാർത്ഥതയോടെ വലിയ ആഗ്രഹത്തോടെ ദാഹത്തോടെ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. അപ്പോൾ വചനം പറയാം, യേശു അവിടെ നിന്നിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തു. അടുത്ത് വന്നിട്ട് ചോദിച്ചു, എടാ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാ നീ ആഗ്രഹിക്കുന്നത്? അല്ല, കാഴ്ചയില്ലാതെ വർഷങ്ങളോളം കടന്നു പോകുന്നതിന് വേറെ എന്നാ പറയാനാ? അവൻ പറഞ്ഞു, കർത്താവ് എനിക്ക് എൻ്റെ കാഴ്ച വീണ്ടും കിട്ടണം. അപ്പോൾ ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയതാണ് അല്ലേ? ഇത് ശരീരത്തിൻ്റെ അന്ധത മാത്രമല്ല, നമ്മുടെയൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ പലതും ഇങ്ങനെ അന്ധത ബാധിച്ചിട്ടുണ്ടാവും. ഇന്നലകളിൽ നന്നായിട്ട് പൊക്കൊണ്ടിരുന്നത്, ഇന്നലകളിൽ ഒത്തിരി സമാധാനത്തിലും സന്തോഷത്തിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിരുന്നായിരിക്കും. പക്ഷേ ഇന്ന് അത് അന്ധകാരത്തിലേക്ക് പോയി, ഇന്ന് കാണാൻ പറ്റുന്നില്ല. ഇന്നലകളിൽ സ്വന്തം സഹോദരനെ, സ്വന്തം മാതാപിതാക്കളെ, ജീവിത പങ്കാളിയൊക്കെ ഒത്തിരി സ്നേഹത്തിൽ കണ്ടുകൊണ്ടിരുന്നതാ, സ്നേഹത്തിലാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് പറ്റണില്ല, സ്നേഹത്തിൽ അന്ധത ബാധിച്ചു കൊണ്ടൊന്നിപ്പോൾ കാണാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇവൻ പറഞ്ഞു, കർത്താവേ എനിക്ക് എൻ്റെ കാഴ്ച വീണ്ടും കിട്ടണം, നഷ്ടപ്പെട്ടു പോയതെന്തോ തിരിച്ചു കിട്ടണമെന്നാണ് അവൻ ആഗ്രഹിച്ചത്. അവന് കർത്താവ് കാഴ്ച കൊടുത്തിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്, കാഴ്ചയല്ല. ശാരീരികമായ കാഴ്ച ലഭിക്കുന്നതല്ല നമ്മളെ രക്ഷിക്കുന്നത്. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം, എന്നിലുള്ള നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ രക്ഷ നമ്മുടെ വിശ്വാസത്തിലാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം എന്ന് പറയുന്നത്. കാരണം എന്താ? അവൻ രക്ഷകനാണ്, അവൻ മാത്രമാണ് രക്ഷകൻ. എന്നെ എൻ്റെ പാപങ്ങളിൽ നിന്നും വിമോചിപ്പിച്ച് എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ ഒരുവനേ ഉള്ളൂ ഈ ലോകത്തിൽ. അവൻ്റെ പേരാണ് ഈശോ അല്ലെങ്കിൽ യേശു. അവൻ രക്ഷകനാണ്, അവൻ വിമോചകനാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസം എത്ര കണ്ട് നമ്മൾ ആഴപ്പെടുന്നുണ്ടോ വിശ്വാസത്തിൽ, അത്ര കണ്ട് രക്ഷയുടെ അനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും.
അവിടെ നമ്മൾ ആ വിശ്വാസത്തിൽ കർത്താവിനെ വിളിക്കുമ്പോൾ നമ്മുടെ നിലവിളിക്ക് മുമ്പിൽ നമ്മുടെ ദൈവം നിന്ന് തരും. നമ്മുടെ ദൈവം നിന്ന് തരും. അതാണ് സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഹൃദയപരമാർത്ഥതയോടെ കർത്താവിനെ വിളിക്കാനും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അന്ധത എടുത്തു മാറ്റാനുള്ള ഒരാഗ്രഹം മനസ്സിൽ സൂക്ഷിക്കാം. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.